എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നവകേരള സർവേയുടെ സമയം അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന സമയമാകും. അങ്ങനെയാണെങ്കിൽ അതോടുകൂടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നീട് നയപരമായിട്ടുള്ള തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ നടത്താനായിട്ട് സർക്കാരിന് സാധ്യമല്ല. അപ്പൊ ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ തന്നെ വലിയൊരു വിള്ളലാണ് നമ്മൾ കാണുന്നത്. അതായത് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സ്വരൂപിച്ചതിന് ശേഷം ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നയരൂപീകരണം നടത്തും എന്നുള്ളതാണ് ഇതിന്റെ ഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു അവരുടെ ഒരു പ്രഖ്യാപനം. അത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ വെബ്സൈറ്റിലും അതിന്റെ വിഷനിൽ സ്റ്റേറ്റ്മെന്റിലും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള പർപ്പസ് പൊളിറ്റിക്കലായിട്ടല്ലാതെ ഭരണവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പർപ്പസും ഇത് സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. രണ്ടാമത്തെ കാര്യം, പ്രാക്ടിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നവകേരള സർവേ എന്ന് പറയുന്നത് കേരളത്തിൽ സമീപകാലത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേർഡ് സ്കാം ആണ് എന്നത് തന്നെയാണ്. കാരണം ഒന്നാമത് സർക്കാരിനെ പാർട്ടിയുടെ വെറും ഒരു സബ്സിഡറി ആക്കിക്കൊണ്ട് CPM-ന്റെ ഒരു തട്ടിപ്പ് നടത്തുന്ന പരിപാടി എന്ന രീതിയിലത്തേക്കാണ് ഇതിനെ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് 17 ദിവസം മുമ്പ് ശ്രീ MV ഗോവിന്ദൻ പാർട്ടി കേഡറുകൾക്ക് അയച്ചിരിക്കുന്ന കത്തിൽ നേരത്തെ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ എന്ന് പറയുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 17 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോ അതിനും മുമ്പ് ഇതിനെക്കുറിച്ച് ആൾക്കാരിലേക്ക് അറിയിക്കുന്നതിനുള്ള ഒരു സംവിധാനവും സർക്കാരിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യവും അവിടെ തന്നെയുമല്ല. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ട് സർക്കാർ കൊടുക്കുന്ന പേരെന്താണ് എന്നതിനെ കുറിച്ച് ശ്രീ ഗോവിന്ദന്റെ കത്തിലുണ്ട്. അതേ പേര് തന്നെയാണ് പിന്നീട് 17 ദിവസം കഴിയുമ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ഏത് പോർട്ടൽ വഴിയാണ് ആൾക്കാർ ഇതിലേക്ക് വോളണ്ടിയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള പോർട്ടലിന്റെ വെബ് അഡ്രസ് അടക്കം അതിലേക്ക് പറഞ്ഞു. 2020 ഈ ഒരു പ്രത്യേക പോർട്ടൽ രൂപീകരിക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക ഗവൺമെന്റ് ഓർഡർ വഴിയാണ് രൂപീകരിച്ചത്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അന്ന് പറഞ്ഞിരുന്നത് തന്നെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തനത്തിന് താല്പര്യമുള്ള വോളണ്ടിയർമാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടൽ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അപ്പൊ എന്ത് സാഹചര്യത്തിലാണ് ശ്രീ ഗോവിന്ദൻ മാഷിന് ഇങ്ങനെ ഒരു ത്രികാല ജ്ഞാനം ഉണ്ടാവുക? ഈ പോർട്ടലിലാണ് ഈ സർവേക്ക് വേണ്ടിയിട്ട് ആൾക്കാർ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഗവൺമെന്റ് ഓർഡർ വഴി വന്നിരിക്കുന്ന ദുരന്ത നിവാരണത്തിനുള്ള പോർട്ടൽ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. അപ്പൊ ഇത് ഈ നവകേരള സർവേ എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ് അല്ലെങ്കിൽ ദുരന്തമാകും എന്ന് അദ്ദേഹത്തിന് ഒരു മുൻ കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ശരിയാണെന്ന് മാത്രം പറയാം. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. അതല്ല എങ്കിൽ ആ ഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഈ പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഇനി ഇതിനെക്കുറിച്ച് കോടതി ശ്രീ MV ഗോവിന്ദനോട് വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. പക്ഷെ അതിൽ ഒരു തരത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ല. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ? അങ്ങനെ തന്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട് താൻ പാർട്ടി കേഡറുകൾക്ക് അയക്കുന്ന കത്തുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് പോലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ PG ചോദിച്ച ആ ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. കാരണം ഇത് കേവലം ഒരു പാർട്ടി പരിപാടിയാണ്, അതല്ലാതെ സർക്കാരിന്റെ പരിപാടിയല്ല. ഇത് പാർട്ടി പരിപാടി അല്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിന് ഒരു തരത്തിലും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഗ്രൗണ്ടിൽ ഇതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഒരു ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആണ് ഇതിൽ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ സർക്കാരിന്റെ കാലത്ത് പല തരത്തിലുള്ള തട്ടിപ്പുകളെ ലെജിറ്റിമൈസ് ചെയ്തിട്ട് അത് തട്ടിപ്പല്ല എന്ന രീതിയിലത്തേക്ക് നടത്തിയിരിക്കുന്ന പല തട്ടിപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് മരമുറി കേസ് നമുക്കറിയാം. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ നടത്തുന്നു. ആ ഓർഡർ വന്നതിന് ശേഷം ആൾക്കാർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. സത്യത്തിൽ അത് ചെയ്തിരിക്കുന്നത് നിയമപരമായിട്ടാണ്. പക്ഷെ ആ ഓർഡർ നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ശബരിമലയിലുള്ള വസ്തുക്കളൊക്കെ തന്നെ അവിടെ നിന്ന് കടത്തുന്നതും ഇതേപോലെ തന്നെയാണ്. ഒരു പകൽ കൊള്ളയാണ് നടക്കുന്നത് എങ്കിലും അതിന് ഭരണസമിതിയുടെ അനുവാദമുണ്ട്, ഓർഡറുകളുണ്ട്. ഈ രീതിയിലത്തേക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാണ്ടാവും. കാരണം ഇവിടെ റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ട്. ആ റൂൾസ് ഓഫ് ബിസിനസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള പരിപാടി നടത്താനായിട്ട് നിയമപരമായി ചുമതലപ്പെട്ടിരിക്കുന്ന സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പെട്ടെന്ന് ധനവിനിയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് PRD വഴി 20 കോടി ചെലവാക്കാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ
ഇതിലെ പരാതിക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, കളറബിൾ എക്സസൈസ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ. ഈ കാര്യത്തിനെ അത് ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ ഉത്തരവിൽ കൂടി കോടതി എടുത്തു പറയുകയാണ്. എന്നുവെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഭരണഘടനാ ലംഘനമായിട്ടുള്ള ഒരു നടപടിയാണ്. റൂൾസ് ഓഫ് ബിസിനസിന്റെ വയലേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 166 വയലേഷനാണ്. സർക്കാരിന് ഇതിനെക്കുറിച്ച് അറിയാത്തതല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതല്ല, എക്സിക്യൂട്ടീവ് സംവിധാനത്തിന് ഇതിനെക്കുറിച്ച് അറിയാത്തതല്ല. പക്ഷെ എങ്കിൽ പോലും വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചെയ്തത്. സർക്കാർ സംവിധാനത്തിന്റെ അങ്ങേയറ്റത്തെ ദുരുപയോഗം പോലും ഇതിൽ നടന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടിക്ക് ആൾക്കാരോട് വോളണ്ടിയർ ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറയുന്ന പോർട്ടൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്? അതിനൊരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓർഡറിൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഉദ്ദേശത്തിനും അതിനെ ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല. എന്നിട്ടും പാർട്ടിക്കാരോട് നേരത്തെ തന്നെ പറയുകയാണ്, നിങ്ങൾ പെട്ടെന്ന് അവിടെ പോയി രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കാരെ കുത്തി നിറച്ച് അവരെ വോളണ്ടിയർമാരാക്കി അവരെ കൊണ്ട് സർക്കാരിന്റെ ചെലവിൽ പാർട്ടിയുടെ ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് CPM അവിടെ ശ്രമിച്ചത്. നമ്മൾ മുമ്പ് ഇതേപോലെ തന്നെ ഒരു കത്ത് കണ്ടിട്ടുണ്ട്. പഴയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അന്നത്തെ മേയർ അയച്ചിരുന്ന ഒരു കത്ത്. അതായത് ഇവിടെ താൽക്കാലികമായിട്ടുള്ള കുറേയധികം നിയമനങ്ങളുണ്ട്, പ്രയോറിറ്റി ലിസ്റ്റ് സഖാവെ ഇങ്ങോട്ട് തന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്ന ഒരു വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. അങ്ങനെ ഒരു കത്തില്ല, ഞാനല്ല എഴുതിയത്, എന്റെ ഒപ്പല്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അന്വേഷണം അതിൽ നടന്നു. പക്ഷേ ആ ഒരു കോർപ്പറേഷന്റെ ആ ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം നമ്മൾ പിന്നെ കേട്ടിട്ടില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അപ്പൊ സർക്കാരിൻ്റെതായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ പാർട്ടിയുടെ തലത്തിൽ ഹൈജാക്ക് ചെയ്തിട്ട് പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മുൻഗണന നൽകി അവരെ കൊണ്ട് ഈ പരിപാടികൾ നടത്തിപ്പിക്കുന്നതിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു വലിയ ദുരന്തം. അതുകൊണ്ട് തന്നെയാണ് PG ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ സർക്കാർ CPMന്റെ സബ്സിഡറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് തീരുമാനമെടുക്കുന്നത് CPM ആണ്. അതിനെക്കുറിച്ച് മറ്റുള്ള എല്ലാ അണികൾക്കും കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അറിയത്തില്ല, ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. സംസ്ഥാന സെക്രട്ടറിയുടെ താഴെ മാത്രമേ സംസ്ഥാന സർക്കാരും അതിന്റെ മുഖ്യമന്ത്രിയും ഉള്ളൂ. ആ രീതിയിലത്തേക്കുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കണ്ടത്. എന്താണ് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയും തത്തമ്മേ പൂച്ച പൂച്ച എന്ന മട്ടിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതിനെ ഏറ്റുപറയുകയും ചെയ്യുന്നതാണ്. ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. സത്യത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരാനുള്ള സമയമാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്കിനെ പോളിസി രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അസാധ്യമാണ് എന്ന് അറിയാത്ത ആൾക്കാരല്ല സർക്കാരിലുള്ളത്. നമ്മളെക്കാൾ നന്നായിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. ഏത് സമയത്താണ് ആ ഒരു ഡിക്ലറേഷൻ പ്രോബബിൾ ആയിട്ട് വരിക എന്നതിനെ കുറിച്ച് അവർക്കറിയാം. അപ്പൊ പിന്നെ ഇതിലൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, സർക്കാരിന്റെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. സർക്കാരിന്റെ പദ്ധതികൾ, പാർട്ടിയുടെ ഭാവി പരിപാടികൾ ഇതൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭാരിച്ച പണച്ചെലവുള്ളപ്പോ വഴിവിട്ട് ബജറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു തുക, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വഴി ചെലവഴിക്കേണ്ടുന്ന തുക, സൗകര്യം പ്രമാണിച്ച് PRD വഴി ചെലവഴിച്ച് ആൾക്കാരിലേക്ക് ഈ ക്യാൻവാസിന്റെ രൂപത്തിൽ ഡോർ ടു ഡോർ പരിപാടിയായിട്ട് എത്തിക്കുക. അപ്പൊ പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്ന ഘട്ടത്തിലേക്ക് അതിന് തൊട്ടു മുമ്പ് മറ്റേതൊരു പാർട്ടിയെക്കാളും മുന്നിൽ സർക്കാരിന്റെ ചെലവിൽ പാർട്ടിയുടെ ആശയങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഡയലോഗ് കൂടി പറയാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫീഡ്ബാക്കുകൾ, എന്തെങ്കിലും ഫീഡ്ബാക്ക് അഥവാ ശേഖരിച്ചാൽ ഇതെല്ലാം തന്നെ നടത്തുന്നതിന് ഭരണ തുടർച്ചയുടെ ആവശ്യമാണ്. അതുകൊണ്ട് നോക്കൂ, ഞങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അങ്ങോട്ട് തരുന്നു, അതിലേക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറയാം. ചെലവിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധറേഷനും ഇല്ലാതെ മറ്റുള്ള പാർട്ടികളെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഗംഭീരമായിട്ട് തുടരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തത്. പിന്നല്ലാതെ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്തു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.